അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിശ്വാസികളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ എന്നോട് ചോദിച്ചതാണ്, ഉസ്താദേ, ഈ മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞാൽ സ്വയഭോഗം ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തൂടെ? ഒരുപാട് ആളുകൾ ഇതിൻ്റെ സംശയം, ഇത് നിർത്താൻ ആഗ്രഹിക്കുന്ന പലരും ചോദിക്കാറുണ്ട്. മാത്രമല്ല, ഞാൻ ഉംറയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഒരു സഹോദരൻ, ഉസ്താദേ, ഇവിടെ നിന്നൊക്കെ ഉംറയൊക്കെ ചെയ്ത് തൗബയൊക്കെ ചെയ്ത് നല്ല റാഹത്തുള്ള മനസ്സുമായിട്ട് നാട്ടിലേക്ക് മടങ്ങാണ്. എനിക്കെൻ്റെ ഭയം എന്ന് പറഞ്ഞാൽ ഈ മാസ്റ്റർബേഷൻ അഥവാ സ്വയഭോഗം, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അത് യുവാക്കൾക്കും യുവതികൾക്കൊക്കെ ഉള്ള ഒരു ചോദ്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ 1, 2, 3 ഈ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആദ്യം നമുക്ക് വേണ്ടത്, ഇത് ഞാൻ ചെയ്യൂല എന്നുള്ള ഒരു പ്രതിജ്ഞയാണ് വേണ്ടത്. കാരണം എനർജി ഫോളോ തോട്ടുന്ന നമ്മളുടെ ചിന്ത, നമ്മുടെ മനസ്സ് എങ്ങനെയുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഞാൻ ഈ പറയുന്ന സംഗതിയും കൂടി ആഡ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നിർത്താൻ കഴിയും. ഇല്ല, നമുക്കത് നിർത്താൻ കഴിയൂല എന്ന് തന്നെ ആദ്യം തന്നെ ഈ വിഷയങ്ങൾ കേൾക്കുമ്പോൾ നമ്മളുടെ ചിന്ത അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഏറ്റവും വലിയ ഒരു തെറ്റാണ്, വലിയൊരു പാപമാണ്. കണ്ണിൻ്റെ സീനയാണ് നോട്ടം, കയ്യിൻ്റെ പ്രവൃത്തി, ഇതുപോലത്തെ സംഗതി ചെയ്യലാണ്. ഇതൊക്കെ വ്യഭിചാരമാണ്, ഓരോ ഹുക്കുമുകളാണ്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടൽ മാത്രമല്ല. അപ്പോൾ ഇതിൽ നിന്ന് നിർത്താൻ ഏറ്റവും നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കൊക്കെ നിർത്താൻ കഴിയും. ആദ്യം ഞാൻ പറയുന്നു, ഇത് നല്ലൊരു മനസ്സ്, ഇതിൽ നിന്ന് എനിക്കെങ്ങനെയും രക്ഷപ്പെടണം, ഇത് ഞാൻ നിർത്തും എന്നുള്ളൊരു ബോധം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് വന്നാൽ എന്തെല്ലാം ചെയ്യണം? ഇങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് വന്നാൽ ഒന്നാമത് ചെയ്യേണ്ടത്, തണുത്ത വെള്ളത്തിൽ, നമുക്ക് ഇങ്ങനൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ പോയി പെട്ടെന്ന് തന്നെ കുളിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഇനി നമുക്ക് കുളിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അങ്ങനെയാണെങ്കിൽ നല്ല തണുത്ത വെള്ളം ഒരു 2 ഗ്ലാസ്സോ 3 ഗ്ലാസ്സോ കുടിക്കുക എന്നുള്ളത്. പിന്നെ രാവിലെയും വൈകുന്നേരവും നല്ല വ്യായാമത്തിലേർപ്പെടുക, നല്ല കളിക്കുക. ഇവിടെ ഒന്നും കൂടി ഒന്ന് ആഡ് ചെയ്യണം, നമ്മൾ വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതി നമ്മളിൽ നിന്ന് ഒഴിവാക്കുക. മിതമായ ഭക്ഷണം കഴിക്കുക, നല്ല വ്യായാമം ചെയ്യുക. ഇങ്ങനത്തെ ചിന്തകൾ വരുമ്പോൾ പെട്ടെന്ന് പോയിട്ട് കുളിക്കുക, നല്ല എണ്ണ കെട്ടിട്ടൊന്ന് കുളിക്കുക, അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം ധാരാളം കുടിക്കുക. പിന്നെ ഇങ്ങനത്തെ ചിന്ത വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വായനാശീലം ഒഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഈ പ്രവൃത്തി നമ്മുടെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിന്തകൾ വരിക. അപ്പോൾ ഒഴിവിനെ നമുക്ക് മാറ്റാൻ ഒറ്റൊരു മാർഗമുണ്ടെങ്കിൽ അത് നല്ല വായനാശീലമാണ്. നല്ല വായിക്കുക. അങ്ങനെ ഒരു പുസ്തക പൊഴിയായിട്ട് നമ്മൾ മാറണം. പുസ്തകത്തിൻ്റെ ഒരു അഡിക്റ്റ്, അതൊരു വികാരമായിട്ട് നമുക്ക് മാറണം. നല്ല ചരിത്ര പുസ്തകങ്ങൾ, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക. പിന്നെ ഇങ്ങനെ ചിന്ത വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഒഴിവുള്ള സമയത്താണ്, ഒരു പ്രവൃത്തിയും ഇല്ല, റൂമിലിങ്ങനെ അടഞ്ഞിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ചിന്ത വരിക. അപ്പോൾ ഇങ്ങനെ ചിന്ത വരുന്നു എന്ന് കണ്ടാൽ ഉടനെ നല്ല മദ്ഹ് സോങ്ങുകൾ, മരണത്തെക്കുറിച്ച് പാടുന്ന പാട്ടുകൾ, ഇങ്ങനത്തെ നല്ല നല്ല സംഗീതങ്ങൾ നമ്മൾ കേൾക്കുക. മ്യൂസിക്കില്ലാത്ത ഒരുപാട് സോങ്ങുകൾ യൂട്യൂബിലൊക്കെ നല്ല നല്ല അടിപൊളി സോങ്ങുകളുണ്ട്. പിന്നെ ഒഴിഞ്ഞിരിക്കുമ്പോൾ കണ്ടൻറ്റ് മർമ്മപ്രധാനമാണ്. യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഗൂഗിൾ ആയാലും ഇതൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ഫോട്ടോസുകൾ, വീഡിയോസുകൾ ഇത് നമ്മൾ കാണാതിരിക്കുക. അത് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ചിത്രം കാണുമ്പോൾ, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇങ്ങനത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടൻറ്റുകൾ കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഹോർമോൺ വർദ്ധിക്കുക. അപ്പോൾ പിന്നെ നമുക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ അതിൽ നിന്ന് മർമ്മപ്രധാനമായിട്ട് അങ്ങനത്തെ കണ്ടൻറ്റുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ഒഴിവാക്കുക. പിന്നെ ആത്മീയ മരുന്ന്, നമ്മൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാഹുമ്മ ഗ്ഫിർ ദംബി വതുഹിർ ഖൽബി വഹസ്സുൽ ഫർജി എന്ന് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക.
പിന്നെ മഹാന്മാർ പറഞ്ഞു 40 ദിവസം സുബഹി ജമാഅത്തായിട്ട് നിർവഹിച്ചു കഴിഞ്ഞാൽ, അത് പള്ളിയിൽ നിന്ന് തന്നെ നമ്മൾ 40 ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ ഏതൊരു തെറ്റിലാണോ നമ്മളുള്ളത് അതിൽ നിന്ന് നമുക്ക് മാറി ചിന്തിക്കാൻ കഴിയുന്നു. നമ്മൾ ആ തെറ്റിൽ നിന്ന് മാറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല. നല്ലൊരു വഴി പടച്ച റബ്ബ് നമുക്ക് മുമ്പിൽ കാണിച്ചു തരും. 40 സുബഹി നിസ്കരിക്കണം ജമാഅത്തായിട്ട് പള്ളിയിൽ നിന്ന് തന്നെ. പിന്നെ മഹാന്മാർ പറയുന്നു സ്വലാത്ത് ദിവസവും 1000 സ്വലാത്ത്, ഒരു 6 മാസം ഇത്തരക്കാരൊന്ന് ആ ഒരു 1000 സ്വലാത്ത് ദിവസം ആത്മാർത്ഥമായിട്ട് ഒന്ന് ചൊല്ലി നോക്കി. ഇതിൽ നിന്ന് മോചനം ലഭിക്കണം, ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. ഒരു 6 മാസം തുടരെ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് രക്ഷപ്പെടും. കാരണം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ 1000 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾ സ്വർഗം കാണാതെ മരിക്കൂല എന്ന്. സ്വർഗം കാണെങ്കിൽ അയാൾക്ക് എന്താകും? അല്ലാഹു തആല നന്മയുടെ വഴി കാണിച്ചു കൊടുക്കും. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തി നന്മയുടെ വഴി അല്ലാഹു തആല കാണിച്ചു കൊടുക്കും. അപ്പോൾ ആത്മീയമായിട്ടുള്ള ഈ 3 വഴികൾ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കണ്ടൻറ്റുകളൊക്കെ ഒന്ന് ജീവിതത്തിൽ ഒന്ന് ഒപ്പിനോക്കി തീർച്ചയായിട്ടും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. ആദ്യവും അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നിർത്തണം, ഇത് എനിക്ക് ഒഴിവാക്കണം എന്നുള്ള ചിന്തയാണ്. എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.